ഗുരുവായൂർ അമ്പലനടയിൽ. When? ഗുരു വായൂർ അമ്പല നടയിൽ. കറക്റ്റ്. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം എന്ന് സ്വപ്നം കാണുന്നവരാവും നമ്മളിൽ പല ആളുകളും. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഗുരുവായൂരിലെ വിവാഹത്തിന്റെ പ്രത്യേകതകളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഒന്നാമതായിട്ട് പറയാനുള്ളത് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. ഗുരുവായൂരപ്പന്റെ നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും നിങ്ങൾക്ക് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് വിവാഹം കഴിക്കാം. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവാഹങ്ങൾക്ക് പ്രത്യേകിച്ചൊരു മുഹൂർത്തം ഇല്ല. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമാണ് അവിടുത്തെ ഏറ്റവും വലിയ മുഹൂർത്തം. ഗുരുവായൂരപ്പന്റെ കിഴക്കേ ഗോപുര നടയിൽ സജ്ജീകരിച്ചിട്ടുള്ള കല്യാണ പന്തലുകളിൽ വെച്ചിട്ടാണ് സാധാരണ ഗുരുവായൂർ വിവാഹങ്ങൾ നടക്കാറ്. ഗുരുവായൂരപ്പന്റെ ശാന്തി ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ നമുക്ക് അടുത്ത് വന്ന് കർമ്മങ്ങളൊക്കെ പറഞ്ഞു തരും. ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാല ചാർത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിത പങ്കാളിയെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. കല്യാണത്തിന് ശേഷം ഗുരുവായൂരപ്പനെ കയറി കാണാമെന്ന് വിചാരിച്ചാൽ അത് മാത്രം ഗുരുവായൂർ നടക്കുന്ന കാര്യമല്ല. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്ക് വിവാഹത്തിന് ശേഷം അന്ന് തന്നെ ഗുരുവായൂരപ്പനെ കാണാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പുറത്തുള്ള വലിയ ദീപസ്തംഭത്തിന്റെ അടുത്ത് വന്ന് വേണം ഗുരുവായൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാൻ. പിന്നെ ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ബാലാമണിയുടെ മനു പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പൻ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടാവുന്നതാണ്. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം.